അറിയുന്ന പോലെ പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവൊന്നുമില്ല. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്നു. അതുകൊണ്ട് തന്നെ 2022 ജൂണിന് ശേഷം ആദ്യമായിട്ട് ക്രൂഡ് ഓയിൽ വില ബാരലിന് ഇപ്പം $120 കടന്നു എന്ന വാർത്ത വരുന്നു. രൂപയുടെ മൂല്യം ഏറ്റവും താഴ്ന്ന നിരക്കിലുമായി. അതിനിടെ സ്വർണ്ണവില പവന് $160 കൂടിയെന്നും റിപ്പോർട്ട് വരുന്നു. കൃഷ്ണ ചെറിയാൻ ബിസിനസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചെയ്യുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. കൃഷ്ണ, ശരിക്കും നമുക്ക് വലിയ വിനാശമാണല്ലോ ഇത്. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇപ്പോൾ നമ്മൾ സാധാരണ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നല്ല കാര്യങ്ങൾ ലോകവും ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ട്രംപിന്റെ രണ്ടാം വരവിന് ശേഷം ട്രംപ് എന്ത് ചിന്തിക്കുന്നോ, എന്ത് പറയുന്നോ, ട്രംപിന്റെ ഒരു വാചകം പോലും അത് ലോക വിപണിയെയും ആഗോള നിക്ഷേപകരെയും ആഗോള തലത്തിൽ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ട്രംപിന്റെ ചിന്തകൾക്കൊപ്പം വിപണികൾ മാറുന്നതാണ് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോർമൂസിൽ ഉപരോധം തുടരും. ഇറാൻ എപ്പോഴാണോ ചർച്ചയിലേക്ക് വരുന്നത് അതുവരെ ഉപരോധം തുടരും. മാത്രവുമല്ല, ഹൈപ്പർസോണിക് മിസൈലുകൾ ആ മേഖലയിൽ വിന്യസിക്കാനും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രഖ്യാപനങ്ങളുടെ ഭാഗമായിട്ടാണ് ക്രൂഡ് വില ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലകളിലേക്ക് ഉയർന്നത്. 2022 ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് ക്രൂഡ് വില ഉയർന്നത്. ബാരലിന് $124 വരെയൊക്കെ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ റിയൽ ടൈം നോക്കിയാൽ ഇപ്പോൾ ക്രൂഡ് വില അല്പം താഴ്ന്ന് ബാരലിന് $113.49 എന്ന നിരക്കിലാണ്. അപ്പോൾ ക്രൂഡ് വില കൂടുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റ് കൂടും. അപ്പോൾ രൂപയുടെ മൂല്യം താഴും. അപ്പോൾ ഇന്ന് രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് എത്തിയിരിക്കുന്നത്. $95.26 കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ന് $1 നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ ഇമ്പോർട്ടിനും, അത് ക്രൂഡ് ആയിക്കോട്ടെ, സ്വർണ്ണമായിക്കോട്ടെ, മറ്റ് പല വസ്തുക്കളുമായിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പണം കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇന്ത്യക്ക് വലിയ പ്രശ്നമായി മാറും. മാത്രവുമല്ല, ആഗോള സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് വരും മാസങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച താഴുമെന്നാണ്. ഇന്ത്യയുടെ മാത്രമല്ല, ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച താഴ്ത്താനായിട്ട് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് സാധിക്കുമെന്ന് പറയും. അതുപോലെ തന്നെ സ്വർണ്ണവില ഇന്ന് കൂടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് $160 രൂപയാണ് പവന് കൂടിയത്. 1,10,480 രൂപയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല തവണ സ്വർണ്ണവില ചാഞ്ചാടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് 1,10,480 രൂപയാണ് സ്വർണ്ണത്തിന്റെ വില. ഗ്രാമിന് വില 13,835 രൂപയിലേക്ക് ഉയരുകയും ചേർന്നു. ഇനി നമ്മൾ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓഹരി വിപണിയിലും വിപണി ചുവപ്പിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 1080 പോയിന്റാണ് സെൻസെക്സ് ഇപ്പോൾ താഴ്ന്നിരിക്കുന്നത്. 800 പോയിന്റ് താഴ്ന്നാണ് വ്യാപാരം ആരംഭിച്ചത്. ഇപ്പോൾ അത് 1080 പോയിന്റ് താഴ്ന്നു. 1.39% എന്ന് പറയുമ്പോൾ നിക്ഷേപകരുടെ പോക്കറ്റിൽ നിന്ന് ലക്ഷം കോടി കണക്കിനാണ് പണം പോകുന്നത് ഈ ദിവസങ്ങളിൽ എന്ന് നമുക്ക് കാണാം. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേശീയ ഓഹരി വിപണിയും താഴ്ചയിലാണ്. 23,835 എന്ന നിലവാരത്തിലാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ആഗോള സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടണമെങ്കിൽ അത് വീണ്ടും ട്രംപിന്റെ വാക്കുകളിലൂടെ ഒരു ചർച്ചയിലേക്കോ പശ്ചിമേഷ്യയിലെ ആ ഒരു സംഘർഷത്തിന്റെ ഒരു അവസാനത്തിലേക്കോ പോകണം. ഇതിപ്പോൾ ഉക്രൈൻ യുദ്ധം പോലെ ഇത് നീണ്ടു പോകുമെന്ന് പറയുമ്പോൾ ഒന്നിനും ഒരു നിശ്ചയവും ഇല്ല എന്ന് വരുമ്പോൾ നിക്ഷേപകർ തികച്ചും ആശങ്കയിലാകും. നിക്ഷേപം നടത്താനും സ്റ്റോക്കുകൾ വാങ്ങിക്കാനും മറ്റ് കമോഡിറ്റീസിൽ നിക്ഷേപം നടത്താനും അവർ തയ്യാറല്ലാതാകും. വെള്ളിയുടെ വില നോക്കുകയാണെങ്കിൽ 170% ഉയർന്നതാണ് കഴിഞ്ഞ വർഷം. എന്നാൽ അതിപ്പോൾ ഈ ഒരു 3 മാസത്തിനുള്ളിൽ 46% ഇടിവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രംപിന്റെ ചിന്തകൾക്കും വാക്കുകൾക്കും ഒപ്പം ഈ നിക്ഷേപകരും വിപണികളും ഒക്കെ ചാഞ്ചാടുമ്പോൾ നമുക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും സാമ്പത്തിക വിദഗ്ധരും പല ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസും ഒക്കെ പറയുന്നത് ഇന്ത്യയുടെയും സാമ്പത്തിക വളർച്ച കുറയും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പോക്കറ്റുകളിൽ നിന്ന് പൈസ ചോരുന്നുവെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു സംഘർഷത്തിന് ഒരു പരിഹാരമാകട്ടെ, ഒരു പര്യവസാനമാകട്ടെ. ആഗോള വിപണികളും ആഗോള സമ്പദ് വ്യവസ്ഥയും ഒപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പോക്കറ്റുകളിലേക്കും പണം വരുന്ന ഒരു ദിവസം ഉണ്ടാകട്ടെ. ആ ദിവസത്തിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എസ്കെൻ. കൃഷ്ണ ചെറിയാനാണ് ബിസിനസ് ഡെസ്കിൽ നിന്ന് ചേർന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവ് വന്നാൽ മാത്രമേ ഇതിൽ മാറ്റമുണ്ടാകൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.